പരിശുദ്ധാത്മാവേ എന്നിൽ വന്നു നിറയണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. ഒരു പക്ഷേ ഇവിടെ ഇരിക്കുന്ന ചുരുക്കം ചിലർക്കെങ്കിലുമൊക്കെ തോന്നാം, ജീവിതം ഇത്രയൊക്കെയായി, ഇത്രയൊക്കെ പ്രായമായി, ഇന്ന അനുഭവങ്ങളിലൂടെയൊക്കെ കടന്നുപോയി, ഇനി ഒരു പുതിയ ജീവിത അവസ്ഥയൊന്നും ഇല്ല, ഇനി ഇങ്ങനെയൊക്കെ തന്നെ പോവുള്ളൂ. നമ്മുടെ മനസ്സുകൊണ്ട് എന്ത് പറ്റുമെന്നറിയോ? നമ്മൾ മടുത്ത് കഴിയുമ്പോഴത്തേക്ക് ഇപ്പോൾ ഉള്ള അവസ്ഥകളെ നമ്മൾ പ്രോത്സാഹിപ്പിക്കും. വിശുദ്ധ ഗ്രന്ഥം പറയുന്നത്, ഇന്ന് നിന്റെ ജീവിതത്തിൽ വെട്ടുകിളികൾ എടുത്തുകൊണ്ടുപോയ സാഹചര്യങ്ങളിൽ നീങ്ങി കുടുങ്ങിക്കിടന്ന് ഇനി ഇങ്ങനെയൊക്കെ പോകുമുള്ളൂ എന്നും പറഞ്ഞിരിക്കാനല്ല, മറിച്ച് നിനക്ക് നഷ്ടപ്പെട്ട അനുഗ്രഹങ്ങളെ കർത്താവ് ഈ ശുശ്രൂഷ സമയത്ത് പുതുക്കി പണിത് നൽകാൻ ആഗ്രഹിക്കുന്നു. സ്വരത്തിൽ പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ വിഷയം പഠിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നാണെന്നറിയോ? നമുക്ക് ഒത്തിരി കാര്യങ്ങൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. ഒരുപക്ഷെ ഇവിടെ ഇരിക്കുന്ന ചിലർക്ക് ഏതെങ്കിലും സ്നേഹബന്ധങ്ങളുടെ പരാജയം അനുഭവിച്ചിട്ടുള്ളവരുണ്ടാവും. മാതാപിതാക്കളുടെ സ്നേഹം കിട്ടാതെ വളർന്നിട്ടുള്ളവരുണ്ടാവും. എനിക്കെന്നാലും അങ്ങനെയുള്ള അവസരങ്ങൾ കിട്ടിയില്ലല്ലോ, അപ്പുറത്തും ഇപ്പുറത്തും ഉള്ളവരൊക്കെ വളർന്നതുപോലെ എനിക്ക് വളരാൻ പറ്റിയില്ലല്ലോ, എനിക്ക് ഇന്ന കോഴ്സ് എടുത്ത് പഠിക്കാൻ പറ്റിയില്ലല്ലോ, എനിക്ക് ഇത്രയും ഒരു സ്നേഹസമ്പന്നരായ മാതാപിതാക്കൾ. ഇങ്ങനെ നമ്മുടെ ഉള്ളിൽ കുറേ നഷ്ടബോധങ്ങൾ കിടക്കുന്നുണ്ട്. ഓരോരുത്തരും സ്വയം ചിന്തിച്ചാൽ മതി. നമ്മുടെ ഉള്ളിൽ കുറേ നഷ്ടബോധങ്ങൾ കിടക്കുന്നുണ്ട്. ഒരു കാര്യം ശ്രദ്ധിച്ചോണേ, ഈ നഷ്ടബോധത്തിലേക്ക് നോക്കിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഈ നഷ്ടം നിന്റെ ഉള്ളിൽ ഭാരമായിട്ട് മാറും. ഈ ഭൂമിയിൽ നീ നഷ്ടത്തിലേക്ക് നോക്കിക്കൊണ്ടിരിക്കാനല്ല, മറിച്ച് ഈ നഷ്ടം നികത്താനുള്ള വഴിയാണ് നമ്മൾ അന്വേഷിക്കേണ്ടത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞേ, നഷ്ടം നികത്താനുള്ള വഴി കണ്ടെത്തണം. പറഞ്ഞുകൊട്, അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞുകൊട്. പാവം, അതിന് ഇത് എന്നാ ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ. നിനക്കുള്ള നഷ്ടം നികത്താനുള്ള വഴി കണ്ടെത്തണം. അല്ലാതെ നിനക്കിപ്പോൾ ഒരു സാമ്പത്തികമായ കടബാധ്യതയുണ്ട്, ആ കടബാധ്യതയെക്കുറിച്ച് ഓർത്തോണ്ടിരിക്കും തോറും എന്ത് സംഭവിക്കും? ആ ഓർമ്മ നിന്നെ പീഡിപ്പിക്കും. മറിച്ച് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ നഷ്ടബോധത്തെ മറികടക്കാനുള്ള വഴി നമ്മൾ അന്വേഷിക്കും. ഹല്ലേലൂയ. ഈ വഴി അന്വേഷിക്കുമ്പോൾ നമ്മൾ തിരിച്ചറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പറയട്ടെ, ഇങ്ങോട്ട് നോക്കിയേ. നമുക്ക് ലഭിക്കാതെ പോയ സ്നേഹമാവട്ടെ, നന്മകളാവട്ടെ, കരുതലാവട്ടെ, ഈ ഭൂമിയിലെ ഒരു മനുഷ്യന്റെ കയ്യിലും ദൈവം വെച്ച് കൊടുത്തിട്ടില്ല. പിടികിട്ടിയോ? എന്ത് പിടികിട്ടി? നമുക്ക് നഷ്ടപ്പെട്ടത്, ഇപ്പം ചെറുപ്പത്തിൽ എനിക്ക് എൻ്റെ അമ്മയുടെ സ്നേഹം കിട്ടിയിട്ടില്ല. അപ്പോഴാണ് ഞാൻ ഒരാളെ കാണുന്നത്. അയാളുടെ ചിരിയും സംസാരവും കണ്ടപ്പോൾ എനിക്ക് തോന്നിയതേ, എനിക്ക് അമ്മയിൽ നിന്ന് കിട്ടാതെ പോയതെല്ലാം എനിക്ക് ഈ വ്യക്തിയിൽ നിന്ന് കിട്ടുന്നു. അങ്ങനെയുണ്ടോ? ഇല്ല. പക്ഷെ നമുക്ക് തോന്നും അങ്ങനെ ഒന്ന് അവിടെ നിനക്ക് വേണ്ടി കാത്തുവെച്ചിട്ടില്ലെന്ന്. ഈ ഭൂമിയിൽ നിനക്ക് നഷ്ടപ്പെട്ടത് ഒരു മനുഷ്യന്റെ കയ്യിലും ചേർത്ത് വെച്ചിട്ടില്ല, മറിച്ച് യേശുവെന്ന് പറയുന്ന ഒരു വ്യക്തിയിലൂടെ മാത്രമേ ഈ നഷ്ടം പരിഹരിക്കപ്പെടുകയുള്ളൂ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇത് മനസ്സിലായവരൊന്ന് കൈയടിച്ച് ആമേൻ പറഞ്ഞേ. ഹല്ലേലൂയാ. ഇത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിക്കോണം, ഇല്ലെങ്കിൽ നമ്മൾ വല്ലാണ്ട് ഭാരപ്പെടും. ഒരു 16 വർഷം മുമ്പുള്ള ഒരു സംഭവം ഞാനൊന്ന് ഓർമ്മയിൽ കൊണ്ടുവന്ന് ഇതിനല്പം കൂടെ വിശദീകരിക്കാം. 2016 അല്ലേ ഈ വർഷം, അല്ലേ? എന്ന് പറഞ്ഞാൽ 16 വർഷം മുമ്പ് ഞാൻ എൻ്റെ ഒരു പഠനവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ദേശത്താണ്. ഒരു വൈകുന്നേര സമയത്ത് എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ അങ്ങേയറ്റം സ്നേഹിക്കുകയും ജീവിതത്തിലെ പല കാര്യങ്ങളിൽ ഇടപെടുകയും ചെയ്തൊരു വ്യക്തി എന്നെ ചതിച്ചു എന്നൊരു ചിന്ത എൻ്റെ ഉള്ളിൽ, എന്നെ ചതിച്ചു എന്നൊരു ചിന്ത. രാത്രിയിൽ ഉറങ്ങാൻ പറ്റുന്നില്ല, വല്ലാത്ത ഭാരം. എന്നാലും അയാൾ എന്നോട് എന്താ ഇങ്ങനെ ചെയ്തേ? ഇങ്ങനെയൊന്നും അല്ലല്ലോ ആവേണ്ടത്. എൻ്റെ ഉള്ളിൽ വലിയൊരു ഭാരം. എന്നെ ചതിച്ചു, ഉറക്കം പോലും കിട്ടുന്നില്ല, വലിയ ഭാരം, അസ്വസ്ഥത. എന്താ ഇങ്ങനെ വിഷമിച്ച്?
ആ രാത്രി എങ്ങനെയൊക്കെയോ കണക്ക് കൂട്ടി. നേരം വെളുത്തു, പരിശുദ്ധ കുർബാന അർപ്പിച്ചു. കുറച്ച് ജനമേ ഉള്ളൂ, ഒരു പ്രത്യേക പ്രദേശമാണ്, കുറച്ച് ജനമേ ഉള്ളൂ. പരിശുദ്ധ കുർബാന കഴിഞ്ഞ് മുറിയിലെത്തിയപ്പോൾ എൻ്റെ ഫോണിൽ ഒരു കോള്. ആ പ്രദേശത്തുള്ള ഒരു സ്ത്രീയാണ്. ആ സ്ത്രീ ഫോൺ വിളിച്ചിട്ട് എന്നോട് പറയുവാണ്, അച്ഛാ വളരെ അത്യാവശ്യമായിട്ട് ഞങ്ങൾക്ക് അച്ഛനെ ഒന്ന് കാണണം, വളരെ അത്യാവശ്യമായിട്ട് അച്ഛനെ ഞങ്ങൾക്കൊന്ന് കാണണം. ഞാൻ പറഞ്ഞു, എന്നാ ചേച്ചി കാര്യം? അതായത് ഞങ്ങളുടെ സഹോദരൻ വിദേശത്ത് നിന്ന് 1 മണിക്കൂർ മുമ്പ് ഫ്ലൈറ്റ് ലാൻഡ് ചെയ്ത് നേരെ വീട്ടിലോട്ട് വന്നിട്ടുണ്ട്. ഞങ്ങൾ അയാളെയും കൊണ്ട് അങ്ങോട്ട് വരുവാ. ഈ സഹോദരിയുടെ സഹോദരൻ അദ്ദേഹം വിദേശത്ത് ജോലി ചെയ്യുന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞു, അച്ഛാ മാനസികമായ വലിയൊരു ഭാരത്തിലാണ്, അച്ഛൻ ഇടപെടണം, അച്ഛൻ പ്രാർത്ഥിക്കണം. അപ്പം എൻ്റെ അവസ്ഥ എന്താ? ഇന്നലെ മുതൽ വല്ലാത്ത ഭാരപ്പെട്ട്, എന്നാലും അതിങ്ങനെ സംഭവിച്ചല്ലോ, ചതിക്കപ്പെട്ടല്ലോ എന്നൊക്കെയുള്ള ചിന്ത കൊണ്ട് ഭാരപ്പെട്ടിരിക്കുന്ന എന്നോടാണ് ഈ സഹോദരി പറയുന്നത്, അച്ഛാ ഒന്ന് പ്രാർത്ഥിക്കണം, വല്ലാണ്ട് ഭാരപ്പെട്ടിരിക്കുന്നൊരവസ്ഥയാണ്. ഞാൻ പറഞ്ഞു, വാ ചേച്ചി. 3-4 സഹോദരിമാർക്ക് ഒരു ആങ്ങള ചെറുക്കൻ വിദേശത്ത് ഒരു സ്ഥലത്ത് ജോലി ചെയ്യുന്നു. നല്ല മിടുക്കൻ ചെറുക്കൻ. ഇവൻ്റെ കല്യാണം ഉറപ്പിച്ചു കഴിഞ്ഞതാ. കല്യാണം ഉറപ്പിച്ചു കഴിഞ്ഞ ചെറുക്കൻ ജീസസ് യൂത്ത് എന്ന് പറയുന്ന മൂവ്മെന്റിലൊക്കെ പ്രവർത്തിച്ച് വളരെ വിശുദ്ധിയോടുകൂടെ ജീവിക്കുന്ന ചെറുപ്പക്കാരൻ. കല്യാണം ഉറപ്പിക്കപ്പെട്ട നാളുകൾ മുതൽ ഈ പെൺകുട്ടിക്ക് ഇവൻ ഇഷ്ടം പോലെ സമ്മാനങ്ങൾ അയച്ചു കൊടുക്കും, ഇഷ്ടം പോലെ സമ്മാനങ്ങൾ അയച്ചു കൊടുക്കും. നാട്ടിലൊരിക്കൽ അവധിക്ക് വന്നപ്പോൾ ഉറപ്പിക്കപ്പെട്ടതിൻ്റെ ദിവസങ്ങളാണ്. ഇവരൊരുമിച്ച് ഭക്ഷണം കഴിക്കാനൊക്കെ ഒരുമിച്ച് പോയി. ഇവൻ പറയാണ്, അച്ഛാ ഞാനുണ്ടല്ലോ അത്രയും വിശുദ്ധിയോടുകൂടെയാണ് ഞാൻ ആ പെൺകുട്ടിയെ കണ്ടതും കേട്ടതും സംസാരിച്ചതും. അച്ഛാ അത്രമേൽ എൻ്റെ ഹൃദയത്തോട് ചേർക്കപ്പെട്ട പെണ്ണ്, ഞങ്ങൾ ഒരുമിച്ചുള്ള ജീവിതം സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്നു. എല്ലാം ഉറപ്പിച്ച്, 2 കുടുംബം ഉറപ്പിച്ചു. ഞാൻ അച്ഛാ ഒത്തിരി സമ്മാനങ്ങൾ, വില പിടിച്ച് സമ്മാനങ്ങൾ വിദേശത്ത് നിന്ന് കൊണ്ടുവന്ന് ആ പെൺകുട്ടിക്ക് കൊടുത്തു. അച്ഛാ കല്യാണം ഏകദേശം ഉറപ്പിച്ച് കാര്യങ്ങളൊക്കെ മുന്നോട്ട് നീങ്ങുന്നു. ഞാൻ അറിഞ്ഞില്ല അച്ഛാ, അവൾക്ക് മറ്റൊരു ചെറുക്കനോടൊരു ബന്ധം ഉണ്ടായിരുന്നു. എന്നെ പറ്റിക്കുകയായിരുന്നു അച്ഛാ. അച്ഛാ എന്നെ പറ്റിക്കുകയായിരുന്നു അച്ഛാ. അവനുമായിട്ടുള്ള വിവാഹം അവരിപ്പോൾ ഉറപ്പിച്ചു. എന്നോട് പറഞ്ഞില്ല അച്ഛാ, എന്നോട് പറഞ്ഞില്ല. ഞാനിത് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ എൻ്റെ ഉള്ളിൽ അച്ഛാ പിടിച്ചാൽ കിട്ടുന്നില്ല. എൻ്റെ മനസ്സെൻ്റെ താളം തെറ്റി. ഗൾഫിലെ മണരാരണത്തെ കിടന്ന് ജോലി ചെയ്യുന്ന ഞാൻ ജോലി സ്ഥലത്തോട്ട് ചെന്നിട്ട് എനിക്ക് നിയന്ത്രണം കിട്ടുന്നില്ല. എന്നെ പറ്റിച്ചു, എന്നെ ചതിച്ചു. അച്ഛാ ഞാൻ എന്തിനാ ഇങ്ങോട്ട് വന്നെന്നറിയോ? എനിക്കവളെ കൊല്ലണം അച്ഛാ. അവളെ ഞാൻ അങ്ങനെ ജീവിക്കാൻ അനുവദിക്കില്ല അച്ഛാ. അവളെ ഞാൻ കൊല്ലും. എന്നെ പറ്റിച്ചിട്ട് അങ്ങനെ അവൾ സുഖിക്കണ്ട അച്ഛാ. എൻ്റെ സമ്മാനങ്ങളും ഇത്രയും നാളും ഞാൻ പറഞ്ഞ വാക്കുകളും കേട്ട് സംസാരിച്ചിരുന്നതല്ലേ അച്ഛാ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോടൊന്ന് പറഞ്ഞുകൂടായിരുന്നു? ഒന്നും പറഞ്ഞില്ല അച്ഛാ. ഞാൻ അറിയുന്നത് മറ്റൊരാളിലൂടെയാ. എന്നെ പറ്റിക്കുമല്ലേ അച്ഛാ, എന്നെ പറ്റിക്കുമല്ലേ അച്ഛാ. അവളെ ഞാൻ കൊല്ലും. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈ ചെറുപ്പക്കാരൻ്റെ സഹോദരിമാർ അവർ വട്ടം നിപ്പുണ്ട്. അവരുടെ പ്രിയപ്പെട്ട ആങ്ങള ചെറുക്കന, അവരൊക്കെ കല്യാണം കഴിച്ചതാ. ഇവൻ്റെ മാത്രമേ കല്യാണം നടത്താതെ ഉള്ളൂ. അപ്പം ഈ സഹോദരിമാരെല്ലാവരും കൂടെ ഇവരെ ഇങ്ങനെ പിടിച്ചിട്ട് പറയടാ, നീ ഇങ്ങനെ പറയല്ലേ, നമുക്കൊരു കാര്യം ചെയ്യാം, അവളുടെ കല്യാണത്തിന് മുമ്പ് നിന്റെ കല്യാണം നടത്താം. വേറെ ഞങ്ങൾ നിനക്ക് വേണ്ടി ഒരു പെണ്ണിനെ കണ്ടുപിടിക്കും, ഞങ്ങൾ കല്യാണം നടത്തും. ഇപ്പം ഇവൻ അവരുടെ നേരെ ദേഷ്യപ്പെടുകയാണ്. നിങ്ങൾ എന്താ ഈ സംസാരിക്കുന്നത്? എനിക്ക് കല്യാണമൊന്നും വേണ്ട, എനിക്കൊരു സ്ത്രീയെയും വിശ്വാസമില്ല, എനിക്ക് അവളെ കൊല്ലണം. വിദേശത്ത് നിന്ന് ജീവിതത്തിൽ അത്രമേൽ ദുരിതവും പേറി ചെറുപ്പക്കാരനിരുന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഉള്ളിലൂടെ കടന്നു പോകുന്ന എന്തെന്നറിയോ? തലേ ദിവസം മുതൽ എൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു ചതിയും ദുഃഖവും ഭാരവും എന്നെ വേട്ടയാടിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ ചെറുപ്പക്കാരൻ ഇങ്ങനെ പറയുന്നത്. ഇവൻ്റെ പെങ്ങന്മാർ പറയുന്നത്, ഇവൻ്റെ കല്യാണം നമുക്ക് നടത്തണം അച്ഛാ, ഇവനോട് പറഞ്ഞു കൊടുക്ക്, ഇവനോട് നേരെ ഇരിക്കാൻ പറ, ഇവനോട് ശാന്തമാകാൻ പറ, നമുക്ക് ശരിയാക്കാം. ഇവനോട് ഈ പറഞ്ഞ വാക്കുകൾ പറഞ്ഞിട്ട് ഇവൻ അസ്വസ്ഥനായിട്ട് ഇവൻ ഇങ്ങനെ മാനസിക പിരിമുറുക്കത്തിലിരിക്കുമ്പോൾ ഞാൻ അവൻ്റെ കൈക്ക് പിടിച്ചിട്ട് പറഞ്ഞു, എടാ എനിക്ക് നിന്നെ മനസ്സിലാകും, കാരണം എന്നെ ഈശോ ഇത് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയാ. എന്നിട്ട് ഞാൻ അവനോട് പറഞ്ഞു, എടാ ഈ പ്രശ്നത്തിനുള്ള പരിഹാരം ഈശോയുടെ പക്കലുണ്ട്. ഈശോയ്ക്ക് നിന്റെ അവസ്ഥ നന്നായി മനസ്സിലാകും. ഞാൻ ഈ സെന്റൻസ് പറഞ്ഞു കഴിഞ്ഞപ്പോൾ
കണ്ട കാഴ്ച പറയട്ടെ. ഈ ചെറുപ്പക്കാരൻ അവിടെ ഇരുന്നുകൊണ്ട് ദേ കണ്ണിൽ നിന്ന് കുടുകുടാ കണ്ണുനീർ, വാവിട്ടിവനൊരു പൊട്ടിക്കരച്ചിലാണ്. ഞാൻ ഇവനോട് പറഞ്ഞ ഒറ്റ സെന്റൻസേ ഉള്ളൂ, എടാ ഈശോയ്ക്ക് നിന്നെ മനസ്സിലാകും, ഈശോയ്ക്ക് നിന്നെ മനസ്സിലാകും. ഇവന്റെ കൈക്ക് ചേർത്തിട്ട് പിടിച്ചു, നീ വിഷമിക്കണ്ടടാ, എനിക്കും നിന്നെ മനസ്സിലാകും, നീ വിഷമിക്കണ്ട, ഈശോയ്ക്ക് നിന്റെ പ്രശ്നത്തിന് പരിഹാരമുണ്ട്, ഈശോയ്ക്ക് നിന്റെ പ്രശ്നത്തിന് പരിഹാരമുണ്ട്. നീ കടന്നുപോയ ചതിയുടെയും ഒറ്റപ്പെടലിൻ്റെയും അവസ്ഥ ഈശോയ്ക്ക് നന്നായി മനസ്സിലാകും. ഈ ചെറുപ്പക്കാരൻ കുറേ സമയം അവിടെ ഇരുന്ന് പൊട്ടി പൊട്ടി കരഞ്ഞു. കരച്ചിലിൻ്റെ അവസാനം അവനൊരു പാവം, ഒരു കുഞ്ഞിനെ പോലെ, ഒരു ചെറിയ കുഞ്ഞിനെ പോലെ അവൻ അവിടെ ഇരുന്നുകൊണ്ട് പറഞ്ഞു, അച്ഛാ പറ, ഞാൻ എന്താ ചെയ്യേണ്ടത്? ഞാൻ ആ ചെറുപ്പക്കാരനെയും കൊണ്ട് നമ്മുടെ ഒരു ധ്യാന കേന്ദ്രത്തിൽ ധ്യാനം കൂടിച്ചു. അവൻ്റെ ജീവിതം അടിമുടി മാറാൻ തുടങ്ങി. ക്ഷമിക്കാനും പൊറുക്കാനുമുള്ള കൃപ ലഭിച്ചു. ആ ചെറുപ്പക്കാരൻ്റെ ജീവിതം അത്ഭുതകരമായിട്ട് ദൈവം ഒരുക്കി. അവൻ്റെ വിവാഹം ആശീർവദിക്കാൻ നാളുകൾക്ക് ശേഷം, മാസങ്ങൾക്ക് ശേഷം ഞാൻ പോയിരുന്നു. ഇന്നവൻ സന്തോഷത്തോടെ 2-3 കുഞ്ഞുങ്ങളൊക്കെയായി വിദേശത്തൊരു സ്ഥലത്ത് ജീവിക്കുന്നു. ഞാനൊരു ശുശ്രൂഷയ്ക്ക് വേണ്ടി ആ ദേശത്ത് ചെന്നപ്പോൾ ഇവൻ എന്നെ കാണാൻ വന്നിരിക്കുവാണ്. അച്ഛാ, അച്ഛൻ ഓർക്കുന്നുണ്ടോ എന്നറിഞ്ഞുകൂടാ, ഞാൻ ഒരിക്കൽ അച്ഛൻ്റെ മുമ്പിൽ ഇരുന്ന് പൊട്ടിക്കരഞ്ഞത് ഓർക്കുന്നുണ്ടോ? ഞാൻ പറഞ്ഞു, ഞാൻ എങ്ങനെ മറക്കും? കാരണം ജീവിതത്തിൽ പിടിവെള്ളി നഷ്ടപ്പെട്ട് ചതിക്കപ്പെട്ട അവസ്ഥയിൽ ഇരുന്നതല്ലേ. അതെ അച്ഛാ, മനുഷ്യരിലൊന്നും എനിക്ക് വിശ്വാസമില്ലായിരുന്നു. അന്ന് എനിക്ക് മനസ്സിലായി, ഈശോയ്ക്ക് മാത്രമേ എൻ്റെ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താൻ പറ്റൂ. സ്വർത്തി പറഞ്ഞ ഹാലേലുയാ, ഹാലേലുയാ. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരും വിശ്വസിച്ച് കേട്ടോളൂ. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കടന്നു പോകുന്ന ഏത് ദുഃഖം, ഏത് ചതി, ഏത് അസ്വസ്ഥതയുടെ നിമിഷങ്ങളാണെങ്കിലും മനുഷ്യരിൽ നിങ്ങൾ ആശ്രയത്വം കണ്ടെത്താൻ ശ്രദ്ധിക്കരുത്. അങ്ങനെ പോയാൽ ആ മനുഷ്യർ പരിമിതികളുള്ളവരാണ്, അവർ നിങ്ങളെ പറ്റിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. തമ്പുരാൻ കർത്താവിൽ ആശ്രയിച്ചാൽ നിനക്ക് കരയേണ്ടി വരില്ല. തമ്പുരാൻ കർത്താവിൽ മാത്രമേ ഈ പ്രശ്നത്തിനുള്ള പരിഹാരമുള്ളൂ. നിങ്ങൾ എത്ര ചർച്ച നടത്തി നോക്കിക്കോ, ചർച്ച നടത്തി നോക്കിക്കോ. ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുമായിട്ടിരുന്ന് ചർച്ച നടത്തിക്കൊണ്ടിരിക്കും തോറും ഭാരം വർദ്ധിക്കും. എന്നാൽ യേശുവിൻ്റെ മുമ്പിൽ വരുന്ന വ്യക്തിക്ക് ഈ മേഖലയിൽ വലിയൊരു സൗഖ്യം കിട്ടും. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ധ്യാന കേന്ദ്രത്തിൽ കഴിഞ്ഞ മാസം ധ്യാനിക്കാൻ വന്ന കോളേജിൽ പഠിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ, ഇവന്റെ അമ്മ ചെറുപ്പത്തിലെ മരിച്ചു പോയതാ. ഇവൻ ധ്യാനത്തിന് വന്ന ദിവസം തന്നെ എന്നോട് പറഞ്ഞു, അച്ഛാ, എൻ്റെ ഒരു സ്വഭാവം ഒരു പ്രത്യേക രീതിയാണ് കേട്ടോ. ഞാനപ്പോൾ ഇവനോട് സംസാരിച്ചപ്പോൾ എനിക്കത് മനസ്സിലായി. എന്നിട്ട് ഇവൻ എന്നോട് പറഞ്ഞു, അച്ഛാ, ചെറുപ്പത്തിൽ അമ്മ മരിച്ചതാ, അമ്മയുടെ സ്നേഹം കിട്ടാത്തതിൻ്റെ ദുഃഖവുമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഇന്ന് ജീവിക്കുന്നത്. അമ്മയുടെ സ്നേഹം കിട്ടാത്തതിൻ്റെ ദുഃഖം ഈ ചെറുപ്പക്കാരൻ്റെ ഉള്ളിലുള്ള വലിയ വിഷമമാണ്. ധ്യാനത്തിനിടയിൽ ദൈവത്തിൻ്റെ ആത്മാവ് ഒരു നല്ല വചനം അവന് കൊടുത്തു. ഒന്ന് ബൈബിൾ തുറന്നേ. ആ വചനം ഇവന് കിട്ടിയത് അത് യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നുള്ളൊരു സുന്ദര വചനമാണ്. ഒന്ന് ബൈബിൾ തുറന്നേ. നല്ലൊരു വചനം നമുക്ക് പ്രാർത്ഥിക്കാം. യെശയ്യായുടെ പ്രവചനം നമ്മളോട് കൃത്യമായിട്ട് പഠിപ്പിക്കുകയാണ്. നിന്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ട അനുഭവങ്ങളിൽ കർത്താവ് ഇടപെടുന്നു എന്നുള്ളതിൻ്റെ ശക്തമായിട്ടുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് കേട്ടോ. ഒന്നെടുത്ത് വായിക്കണേ. നല്ല വചനമാണ്. യെശയ്യായുടെ പ്രവചനം 66 അധ്യായം 13 തിരുവചനം. ബുക്ക് ഓഫ് ഐസയ ചാപ്റ്റർ 66 വേഴ്സ് 13. 66:13 വായിച്ചാലോ. അമ്മയെപ്പോലെ ഞാൻ നിന്നെ ആശ്വസിപ്പിക്കും, ജെറുസലേമിൽ വെച്ച് നീ സാന്ത്വനം അനുഭവിക്കും. പ്രൈസ് ദി ലോർഡ്. അമ്മയെപ്പോലെ നിന്നെ ഞാൻ ആശ്വസിപ്പിക്കും. ധ്യാനത്തിന് പങ്കെടുത്തോണ്ടിരിക്കുമ്പോൾ ഇവന്റെ ഉള്ളിലേക്ക് അതിശക്തമായ ഒരു കൃപ കിട്ടുകയാണ്. എന്തെന്നറിയോ? അമ്മയെപ്പോലെ ആശ്വസിപ്പിക്കും. അമ്മയുടെ സ്നേഹം കിട്ടാത്തതിൻ്റെ ഭാരവുമായിട്ട് നടക്കുന്ന ചെറുപ്പക്കാരൻ്റെ ഉള്ളിലേക്ക് വചനം കിട്ടുവാണ്. എടാ, നിന്നെ അമ്മയെപ്പോലെ ആശ്വസിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞു കൊടുത്തേ, അമ്മയെപ്പോലെ ആശ്വസിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. അതുകൊണ്ടാണ് യെശയ്യാ പ്രവചനം 49 അധ്യായം അതിൻ്റെ 15 തിരുവചനം നമുക്കൊക്കെ വളരെ പരിചിതമായ ഒരു വചനാണല്ലോ. ഒന്ന് വായിച്ചാലോ. ബുക്ക് ഓഫ് ഐസയ ചാപ്റ്റർ 49 വേഴ്സ് 15. 49:15.
മുല കുടിക്കുന്ന കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കാനാവുമോ? പുത്രനോട് പെറ്റമ്മ കരുണ കാണിക്കാതിരിക്കുമോ? അവൾ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നാളുകൾക്ക് മുമ്പ് ഭർത്താവ് മരിച്ച സ്ത്രീ പ്രാർത്ഥനയ്ക്ക് വന്ന് വിഷമത്തോടെ പറയൂ, അച്ഛാ എന്നാലും എൻ്റെ ഭർത്താവിനെ എടുത്തോണ്ട് പോയില്ലേ അച്ഛാ, ഇനി എന്തിനാ എൻ്റെ ജീവിതം? ഇനി എനിക്കാരാ ഉള്ളത്? വിഷമിച്ചിരിക്കുമ്പോൾ കർത്താവിൻ്റെ ആത്മാവ് ആ സഹോദരി കൊടുത്ത സമ്മാന വചനം എന്തെന്നറിയോ? യെശയ്യായുടെ പ്രവചനം 54 അധ്യായം 5 തിരുവചനം. ബുക്ക് ഓഫ് ഐസയ ചാപ്റ്റർ 54 വേഴ്സ് 5. 54 അധ്യായം 5 തിരുവചനം ഒന്ന് വായിച്ചേ. 54:5. നിന്റെ സൃഷ്ടാവാണ് നിന്റെ ഭർത്താവ്. കണ്ടോ, നിന്റെ സൃഷ്ടാവാണ് നിന്റെ ഭർത്താവ്. സ്വർഗ്ഗത്തിൽ പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഞാൻ ഇതിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ പ്രത്യേകിച്ച് നമ്മുടെയൊക്കെ മനസ്സിൽ പൊതുവെ ഒരു ധാരണയുള്ളത് പുരുഷന്മാരാണോ സ്ത്രീകളാണോ ശക്തി കൂടുതലുള്ളത്? പൊതുവെ നമ്മുടെ ഒരു ധാരണ എന്താ? പുരുഷന്മാരാണോ സ്ത്രീകളാണോ ശക്തി കൂടുതലുള്ളത്? പുരുഷന്മാരാണോ സ്ത്രീകളാണോ ശക്തി കൂടുതലുള്ളത്? ഞാൻ ചിന്തിച്ചിരുന്നത് പുരുഷന്മാർക്കാണ് ശക്തി കൂടുതലെന്നാണ്. എന്നാൽ എൻ്റെ അനുഭവം ഞാൻ പറയട്ടെ, സ്ത്രീകൾക്കാണ് ശക്തി കൂടുതൽ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയാ. ശാരീരിക ആരോഗ്യം മാത്രമല്ല, മാനസിക തലത്തിലാണെങ്കിലും ജീവിതത്തെ കാഴ്ചപ്പാടുകളിലൂടെ മുമ്പോട്ട് നയിക്കുന്നതിലാണെങ്കിലും. ഉദാഹരണത്തിന്, ഭാര്യ മരിച്ച ഭർത്താവ് നിങ്ങളുടെ കുടുംബത്തിലോ ചുറ്റുവട്ടത്തൊക്കെയോ ഏതെങ്കിലും അനുഭവത്തിലുള്ളവർ ശ്രദ്ധിക്കണം. ഭാര്യ കുടുംബനാഥ മരിച്ചു, പിന്നെ ഈ കുടുംബനാഥനാണ് ജീവിതം മുന്നോട്ട് നയിക്കേണ്ടത്. പല അനുഭവങ്ങളും പറയുന്നത് ഈ മനുഷ്യൻ വല്ലാണ്ട് തളർന്നു പോകും. കാരണം എന്നറിയോ? ഈ കുടുംബനാഥന് ഭർത്താവിന് ഇത്രയും നാളും ചലിപ്പിച്ചുകൊണ്ടിരുന്ന ചാലക ശക്തിയാണ്. അനേക കുടുംബങ്ങൾ കണ്ടിട്ടുണ്ട്, ഭാര്യയുടെ മരണത്തിന് ശേഷം മുറിക്ക് പോലും പുറത്തിറങ്ങാതെ ആ വീട്ടിൽ ഇങ്ങനെ ഇരിക്കുന്ന ഭർത്താക്കന്മാരെ. എന്നാൽ ഞാൻ നേരെ തിരിച്ചും കണ്ടിട്ടുണ്ട്. എന്തെന്നറിയോ? ഭർത്താവിൻ്റെ മരണത്തിന് ശേഷം അടുക്കളയിൽ മാത്രം ഒതുങ്ങിക്കൂടി ഇന്നിരുന്ന ജീവിതത്തിൽ ഭർത്താവ് മാത്രമാണ് എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്നുവെന്ന് ചിന്തിക്കുകയും വിശ്വസിക്കുകയും ചെയ്തിരുന്ന സ്ത്രീ ഭർത്താവിൻ്റെയൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു അപകട മരണമോ ഒരു പെട്ടെന്നുള്ള മരണത്തോട് ശേഷം കുറച്ച് ദിവസം കരഞ്ഞിരുന്നെങ്കിലും പിന്നീട് അത്ഭുതകരമായ ശക്തി പ്രാപിച്ച് കാര്യങ്ങൾ ക്രമീകരിച്ച് മുന്നോട്ട് നയിക്കുന്നു. നിങ്ങൾ ഒരുപക്ഷെ ഇത് കണ്ടിട്ടുണ്ടാവും. അതായത് ഈ പുരുഷന്മാർക്ക് കാര്യം ശരിയാണ്, നടപ്പ് മാത്രമേ ഉള്ളൂ, ബലം കുറവാണെന്ന്. അവരെയൊക്കെ ആരെങ്കിലുമൊക്കെ പുറകിൽ നിന്ന് ബലം കൊടുക്കുന്നത് കൊണ്ടാണ് അവർ ബലമുള്ളതായിട്ട് നടക്കുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയാ. സാധാരണഗതിയിൽ പറയുമല്ലോ, ഒരു പുരുഷന്റെ വിജയത്തിന്റെ പിന്നിൽ ഒരു സ്ത്രീ ഉണ്ടാവും എന്നതുപോലെ തന്നെയാണ്. പ്രത്യേകിച്ച് ഈ നാളുകളിൽ ധ്യാനങ്ങളിലും യൂത്ത് റിട്രീറ്റിലൊക്കെ പോകുമ്പോൾ ഒത്തിരി ചെറുപ്പക്കാരുടെ സങ്കടം, സാധാരണ പെൺകുട്ടികളുടെ സങ്കടമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് പലതരത്തിൽ. വൈകാരികമായിട്ട് അവരാണ് വീക്ക് എന്നൊക്കെ ചിന്തിക്കും. എന്നാൽ ഈ അടുത്ത നാളുകൾ ഞാൻ പറയുന്ന ജെൻസി തലമുറയിൽപ്പെട്ട അനേക ചെറുപ്പക്കാരിൽ കണ്ടൊരു കാഴ്ച എന്നറിയോ? സങ്കടപ്പെട്ട് ഇവിടെ വന്നത് ധ്യാനത്തിന്. അവൻ പറഞ്ഞു, അച്ഛാ തേച്ചിട്ട് പോയി, അച്ഛാ എന്നെ തേച്ചിട്ട് പോയി. ഇവനെ കൂട്ടിക്കൊണ്ടുവന്ന് ഇവൻ്റെ അമ്മ എന്നോട് പറഞ്ഞു, അച്ഛാ 10-18 ദിവസമായി മുറിക്കകത്ത് തന്നെ കുത്തിയിരുന്ന് ഏങ്ങി പട്ടി മോങ്ങണ പോലെ കരഞ്ഞുകൊണ്ടിരിക്കുക, ഇതിനെ പിടിച്ചോണ്ട് വന്നിരിക്കുക. അച്ഛാ ഇതിനോട് എന്തെങ്കിലും പറ. ഞാൻ അവനോട് ചോദിക്കുമ്പോൾ അവൻ പറയുന്നത്, ഇട്ടിട്ട് പോയ അച്ഛാ, ഇത്രയും ഞാൻ കൊണ്ടു നടന്നതല്ലേ, ബലമില്ല. ഒരു പ്രതിസന്ധി വന്നപ്പോഴത്തേക്ക് വീണു പോയെന്ന്, തേച്ചിട്ട് പോയെന്ന്. എന്നിട്ട് ഇവൻ അവിടെ ഇരുന്നുകൊണ്ട് കരഞ്ഞുകൊണ്ടിരുന്നിട്ട് പറഞ്ഞു, അച്ഛാ ഞാനും അവളും കൂടെ എന്തോരം സ്വപ്നങ്ങൾ കണ്ടാന്നറിയോ അച്ഛാ, ഞങ്ങൾ ഒരുമിച്ച് ജർമ്മനിയിൽ പോയി ജീവിക്കണം. ഞങ്ങൾ ഒരുമിച്ചാണ് ജർമ്മൻ ഭാഷ പഠിക്കാൻ പോയത്. അവൾക്ക് ഇച്ചിരി പഠിക്കാൻ ബുദ്ധി കൂടുതലുള്ളതുകൊണ്ട് അവൾ B1 B2 ഒക്കെ പാസ്സായി പോയി. ഞാൻ ഇപ്പോഴും എഴുതിക്കൊണ്ടേയിരിക്കുന്നു. പോയ അവളുണ്ടല്ലോ, അവള് അച്ഛാ
എന്നാ പറ്റിയെന്ന് അറിഞ്ഞൂടെ? കൊച്ചിന് എയർപോർട്ടിൽ നിന്ന് കയറ്റി വിട്ട പെണ്ണല്ല ഇപ്പൊ സംസാരിക്കുന്ന അച്ഛാ. അവൾ അവിടെ പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് അവൾക്ക് പുതിയ കൂട്ടുകാർ, ജർമ്മനി, അവിടുത്തെ അന്തരീക്ഷം, എവിടെ നിന്നൊക്കെയോ പുതിയ കൂട്ടുകാർ. അച്ഛാ, എൻ്റെ ഫോൺ കോൾ പോലും എടുക്കത്തില്ല അച്ഛാ. പണ്ട് ഞാൻ വിളിച്ചില്ലെങ്കിൽ അവൾ ഉറങ്ങത്തില്ല അച്ഛാ. എൻ്റെ ഗുഡ് നൈറ്റ് കിട്ടിയില്ലെങ്കിൽ അവൾ ഉറങ്ങത്തില്ല. എൻ്റെ ഗുഡ് മോർണിംഗ് കിട്ടിയെങ്കിൽ എഴുന്നേക്കുള്ളൂ. അങ്ങനെ ഉണ്ടായിരുന്ന കൊച്ചാ. ഇപ്പം എൻ്റെ ഫോൺ കോൾ പോലും എടുക്കത്തില്ല. എന്നെ കുറേ നാളായിട്ട് ഒഴിവാക്കിക്കൊണ്ടിരിക്കുക. ഞാൻ വിളിക്കുമ്പം പറയും തിരക്കിലാണ്, ജോലിയിലാണ്, അങ്ങനെയാണ്, ഇങ്ങനെയാണ്. അച്ഛാ, എനിക്ക് മനസ്സിലാവും. ഞാൻ അയക്കുന്ന മെസ്സേജ് അയച്ചിട്ട് ഞാൻ ഇങ്ങനെ നോക്കിയിരിക്കുക. ഈ ഇട്ട മെസ്സേജ് ഡബിൾ ടിക്ക് എപ്പാകും, ഈ ഡബിൾ ടിക്ക് ബ്ലൂ ടിക്ക് എപ്പാകും, ഇതിനെപ്പോഴാണ് ഒരു ഉത്തരം കിട്ടുന്നത് നോക്കിയിരുന്ന് ഞാൻ അച്ഛാ വിഷമിച്ചോണ്ടിരിക്കുക. ഞാനിത് പറയുമ്പോൾ ചിലരെന്ന് ചിരിക്കുന്നുണ്ട്. ശരിയാ അച്ഛാ, ബ്ലൂ ടിക്ക് നോക്കി വിഷമിച്ചു. ഈ ചെറുക്കൻ പറഞ്ഞത്, അച്ഛാ ഇനി എനിക്കൊരു ജീവിതം ഉണ്ടോ? ഇത് ഞാൻ പറയുന്നത് ഒറ്റപ്പെട്ട കേസല്ല. ഇന്നത്തെ അനേക തരത്തിലുള്ള ചെറുപ്പക്കാരുടെ ഇടയിൽ വല്ലാണ്ട് അവർ വീക്കായി പോകുന്നു. പലതരത്തിൽ ഒരു അനുഭവം വന്നു കഴിഞ്ഞാൽ നേരിടാൻ പറ്റുന്നില്ല. എന്നിട്ട് ഇഷ്ടം പോലെ നമ്മൾ പേരുകളും കൊടുക്കും അല്ലേ? അപ്പം ഞാൻ ഇവനോട് ചോദിച്ചു, അപ്പം നീ അവളോട് ചോദിച്ചില്ല കാര്യങ്ങൾ, നിനക്ക് കാര്യങ്ങൾ മനസ്സിലായില്ലേ? അപ്പം നീ അവളുടെ കൂട്ടുകാരിയോട് ആരോടെങ്കിലും ചോദിച്ചിട്ട് നീ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തണ്ടേ? അപ്പം ഞാൻ അവളുടെ ഒരു കൂട്ടുകാരിയോട് ചോദിച്ചു. അപ്പം അവൾ പറഞ്ഞു, ഇതൊരു സിറ്റുവേഷൻഷിപ്പാണ്. എന്ത് ഷിപ്പ്? സിറ്റുവേഷൻഷിപ്പാണ്. ഇപ്പം ഇഷ്ടം പോലെ ഷിപ്പുണ്ട്. റിലേഷൻഷിപ്പ് അതങ്ങോട്ട് മാറിക്കഴിഞ്ഞപ്പോൾ സിറ്റുവേഷൻ, സാഹചര്യങ്ങളുടെ ഷിപ്പാണ്. പല പല രീതികളാണ്. എന്നിട്ട് ആ കൂട്ടുകാർ പറഞ്ഞു, നീ ഇപ്പം തൽക്കാലം ബെഞ്ചിങ്ങിലാണ്. എവിടെയാന്ന്? ബെഞ്ചിങ് എന്ന് പറഞ്ഞാൽ എന്താ? ബെഞ്ചിൽ ഇരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാൻ ബി. അവനെ ശരിയായില്ലെങ്കിൽ നിന്നെ ശരിയാക്കാം, നീ അവിടെ ഇരുന്നു, ബെഞ്ച് വെയിറ്റ് ചെയ്തോളാൻ. ബെഞ്ചിങ് എന്തോരം വാക്കുകളാണെന്നറിയോ? ഇവിടെ ഇരിപ്പുണ്ടാവും ചില ബെഞ്ചിങ്ങും അതും ഇതൊക്കെ. നോക്കിക്കേ, കാലം മാറി. പല ചെറുപ്പക്കാരും ദുർബലരായിക്കൊണ്ടിരിക്കുന്നു. ഒരു പ്രതിസന്ധി വന്നു കഴിയുമ്പോൾ താങ്ങാൻ പറ്റുന്നില്ല, വിഷമം സഹിക്കാൻ പറ്റുന്നില്ല, ഉടനെ തന്നെ ചത്തേക്കാം. ജീവിതത്തിൽ ഇനി ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. സ്ത്രീകളെക്കാൾ കൂടുതൽ ദുർബലരാവുന്നത് പുരുഷന്മാരാ. ഈ കാലഘട്ടത്തിൽ ഒരു കാര്യം പറഞ്ഞതാ. ഈ വചന ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാവരും ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം, ഈ ഭൂമിയിൽ നിനക്ക് നഷ്ടപ്പെട്ട ഒരു കാര്യവും ഒരു മനുഷ്യന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ടില്ല. യേശു ക്രിസ്തുവിലൂടെ മാത്രമേ അത് പൂർത്തീകരിക്കപ്പെടുകയുള്ളൂ. വിശ്വസിക്കുന്ന ഒരു ഒച്ചത്തിൽ പറഞ്ഞ ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. ഇത് നമ്മൾ വിശ്വസിക്കണം. ഒറ്റ വചനം ഒന്ന് വായിച്ച്, രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 20-ാം അധ്യായം അതിൻ്റെ 5-ാം തിരുവചനം. രാജാക്കന്മാരുടെ 2-ാം പുസ്തകം. അവിടെ നമ്മൾ വായിക്കുന്നത് നമ്മുടെ ഹെസക്കിയ രാജാവിനെ കുറിച്ചാണ്. ഹെസക്കിയനെ കുറിച്ചൊരു നല്ല വചനമുണ്ട്, ഒന്ന് വായിച്ചോ. രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 5-ാം അധ്യായം 20-ാം അധ്യായം 5-ാം തിരുവചനം. ബുക്ക് ഓഫ് കിങ്സ്, സെക്കൻഡ് ബുക്ക്, ചാപ്റ്റർ 20, 20-ാം അധ്യായം അതിൻ്റെ 5-ാം തിരുവചനം. നീ മടങ്ങിച്ചെന്ന് എന്റെ ജനത്തിന്റെ രാജാവായ ഹെസക്കിയായോട് അവന്റെ പിതാവായ വായിച്ചോ, ദാവീദിന്റെ ദൈവമായ കർത്താവ് ഇപ്രകാരം അറിയിക്കുന്നു എന്ന് പറയുക, ഞാൻ നിന്റെ കണ്ണീർ കാണുകയും പ്രാർത്ഥന കേൾക്കുകയും ചെയ്തിരിക്കുന്നു, ഞാൻ നിന്നെ സുഖപ്പെടുത്തും. സ്വർഗ്ഗത്തിൽ പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രിയപ്പെട്ടവരെ, ഇത് മനസ്സിലാകണമെങ്കിൽ അതിന് തൊട്ട് മുമ്പുള്ള വചനം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. എന്തെന്നറിയോ? 20-ാം അധ്യായം 1 മുതൽ വചനം ഞാൻ വായിക്കാം, ശ്രദ്ധയോടെ കേട്ടോ. ഹെസക്കിയ രോഗബാധിതനായി മരണത്തോടടുത്തു. ആമോസിന്റെ പുത്രൻ ഏശയ്യാ പ്രവാചകൻ അടുത്തു ചെന്ന് പറഞ്ഞു, കർത്താവ് അരുളി ചെയ്യുന്നു, നീ വീട്ടുകാര്യങ്ങൾ ക്രമപ്പെടുത്തുക, എന്തെന്നാൽ നീ മരിക്കും, സുഖം പ്രാപിക്കുകയില്ല. നീ മരിക്കാൻ പോവാണ്, നീ മരിക്കാൻ പോകുന്നു. 2-ാം വചനം. ഹെസക്കിയ ചുവരിലേക്ക് മുഖം തിരിച്ച് കർത്താവിനോട് പ്രാർത്ഥിച്ചു. ഹല്ലേലൂയാ. ഇത്രയും നേരം കരഞ്ഞത് നാട്ടുകാരുടെ മുമ്പിലാ. എന്നാൽ തമ്പുരാൻ കർത്താവിന്റെ നേരെ നോക്കി കരഞ്ഞപ്പോൾ കാര്യത്തിന്റെ ഗതി മാറി. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നാട്ടുകാരുടെ മുമ്പിൽ, വീട്ടുകാരുടെ മുമ്പിൽ, കൂട്ടുകാരുടെ മുമ്പിൽ കരഞ്ഞ് നിന്റെ സമയം കളയരുത്. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞേ, തേച്ചിട്ട് പോയതും അതും ഇതൊക്കെ ഉണ്ടാവും. നാട്ടുകാരുടെ മുമ്പിലും വീട്ടുകാരുടെ മുമ്പിൽ കരഞ്ഞ് നിന്റെ സമയം നീ കളയരുത്. കരയേണ്ടവന്റെ മുമ്പിൽ കരയണം. അത് പറഞ്ഞു കൊടുത്തേ, കരയേണ്ടവന്റെ മുമ്പിൽ കരയണം. ഹല്ലേലൂയാ. ജെറമിയ പ്രവചനം 31-ാം അധ്യായം അതിന്റെ 16-ാം തിരുവചനം വായിച്ചോ. നല്ല വചനമാണ്.
ജെറമിയ, ബുക്ക് ഓഫ് ജെറമിയ ചാപ്റ്റർ 31 വേർഡ് 16, 16-ാം തിരുവചനം. കർത്താവ് അരുളി ചെയ്യുന്നു, കരച്ചിൽ നിർത്തി കണ്ണീർ തുടയ്ക്കൂ, നിന്റെ യാതനകൾക്ക് പ്രതിഫലം ലഭിക്കും. കരച്ചിൽ നിർത്തി കണ്ണീർ തുടയ്ക്കൂ. ഉച്ചത്തിൽ പറഞ്ഞേ, കരച്ചിൽ നിർത്തി കണ്ണീർ തുടയ്ക്കൂ, നിന്റെ യാതനകൾക്ക് പ്രതിഫലം ലഭിക്കും. ഹല്ലേലൂയാ. ജീവിതത്തിലെ ഏത് നഷ്ടത്തിന്റെ മുമ്പിലും കരഞ്ഞുകൊണ്ടിരിക്കുന്നവർ, നഷ്ടപ്പെട്ടതിനെ ഓർത്ത് വെട്ടുകിളികൾ ജീവിതത്തിൽ എന്നെ ഇങ്ങനെ ആക്കിയല്ലോ എന്നോർത്ത് വിഷമിച്ചുകൊണ്ടിരിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യം, മനുഷ്യരുടെ മുമ്പിലല്ല കരയേണ്ടത്, കരയേണ്ടവന്റെ മുമ്പിൽ കരയണം. തമ്പുരാൻ കർത്താവിന്റെ മുമ്പിൽ കരയണം. മർക്കോസ് സുവിശേഷം 10-ാം അധ്യായം 46 മുതൽ നമുക്ക് പരിചയമുള്ള ഒരു വ്യക്തിയുണ്ട്, ബർത്തിമിയൂസ്. അവൻ ഇരുന്ന് കരഞ്ഞു, വഴിയരികിൽ ഇരുന്ന് കരഞ്ഞു. ഇവന്റെ കരച്ചിൽ കണ്ട നാട്ടുകാർ പറഞ്ഞു മിണ്ടാണ്ടിരിക്കാൻ. എന്നാൽ അവൻ കരഞ്ഞത് നാട്ടുകാരുടെ വഴിയെ പോയവരുടെ മുമ്പിലല്ല, മറിച്ച് ആരുടെ മുമ്പിലാണ്? യേശുവിൻ്റെ മുമ്പിലാണ്. അതുകൊണ്ടാണ് യേശു അവന്റെ പ്രാർത്ഥന കേട്ട് അവിടെ നിന്നു. അനേകായിരങ്ങളുടെ നടുവിൽ ആ കരച്ചില് ഈശോ കേട്ടു. ഈശോ അവന്റെ ഹൃദയത്തെ കണ്ടു. ഈശോ അവന്റെ ഹൃദയത്തെ കണ്ടു. ശ്രദ്ധിച്ച് പറഞ്ഞ ഹല്ലേലൂയാ. ഈശോ അവിടെ നിന്നു. ഈശോ അവനെ നോക്കി. ഈശോ അവനെ അടുക്കലേക്ക് വിളിച്ചു. പ്രൈസ് ദി ലോർഡ് എന്ന് പറഞ്ഞാൽ, കരയേണ്ടവന്റെ മുമ്പിൽ കരഞ്ഞാൽ നിന്റെ കരച്ചിലിന് ഉത്തരം കിട്ടും, നിന്റെ പ്രശ്നത്തിന് പരിഹാരം കിട്ടും. ഇല്ലെങ്കിൽ നമ്മൾ എന്നും മനുഷ്യരുടെ മുമ്പിൽ ഇങ്ങനെ കരഞ്ഞും വിലപിച്ചും പരാതി പറഞ്ഞും നടക്കും. അതല്ല വേണ്ടത്. തമ്പുരാൻ കർത്താവിന്റെ മുമ്പിൽ നീ കരഞ്ഞാൽ ആ കരച്ചിലിന് ഉത്തരം ലഭിക്കും. ഹല്ലേലൂയാ. കാരണം നഷ്ടപ്പെട്ടത് തമ്പുരാൻ കർത്താവിന് മാത്രമേ തിരിച്ചു തരാൻ പറ്റുകയുള്ളൂ. ഹോസിയയുടെ പ്രവചനം 14-ാം അധ്യായം 4-ാം തിരുവചനം. ബുക്ക് ഓഫ് ഹോസിയ ചാപ്റ്റർ 14 വേർഡ്സ് 4. ഹോസിയ 14:4. എന്റെ കൂടെ ഒന്ന് ഏറ്റു പറഞ്ഞേ, ഞാൻ അവരുടെ അവിശ്വസ്തതയുടെ മുറിവുണക്കും, ഞാൻ അവരുടെ മേൽ സ്നേഹം ചൊരിയും. കണ്ടോ, വചനം പഠിപ്പിക്കുകയാണ്. ഏറ്റു പറഞ്ഞ, ഞാൻ അവരുടെ അവിശ്വസ്തതയുടെ മുറിവുണക്കും. നമ്മുടെ ഉള്ളില് ഇന്നലകളിലെ കയ്പ് നിറഞ്ഞ അനേക അനുഭവങ്ങൾ മുറിവുകളായിട്ട് കിടക്കുന്നു. എന്നെ അവർ സ്നേഹിച്ചില്ല, എന്നെ ഇയാൾ പറ്റിച്ചു, ഇത്രയും സ്നേഹിച്ച ഇയാൾ എന്നോട് എന്തുകൊണ്ട് ഇങ്ങനെ പെരുമാറി, എൻ്റെ സ്വപ്നങ്ങൾ തീർന്നല്ലോ, ചെറുപ്പത്തിൽ എനിക്ക് ഇങ്ങനെ സംഭവിച്ചല്ലോ, എന്നെ ഇയാൾ ഇങ്ങനെ നൂറ് കാര്യങ്ങൾ. വചനം പഠിപ്പിക്കുന്നു, മനുഷ്യരുടെ മുമ്പിൽ ഈ കുറവുകളും കൊണ്ട് നടന്നിട്ട് കാര്യമില്ല. കുറവുകൾക്ക് ഉത്തരം ലഭിക്കുന്നത്, മുറിവുകൾ ഉണക്കപ്പെടുന്നത് യേശു ക്രിസ്തുവിലൂടെയാണ്. വലതുകര ഉയർത്തി വെച്ചിട്ട് ഹല്ലേലൂയാ. ഞാൻ അവരുടെ അവിശ്വസ്തതയുടെ മുറിവുണക്കും, ഞാൻ അവരുടെ മേൽ സ്നേഹം ചൊരിയും. ഞാൻ അവരുടെ മേൽ സ്നേഹം ചൊരിയും. നിന്റെ ഏത് മുറിവിനും സൗഖ്യം കിട്ടുന്നത് കർത്താവിലൂടെയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നമ്മുടെ ജീവിതത്തിൽ വെട്ടുക്കിളികൾ വന്ന് പലതും നശിപ്പിച്ചിട്ടുണ്ടാവും, ചെതലെടുത്ത് പോയിട്ടുണ്ടാവും. ആ നഷ്ടപ്പെട്ടതിനെ ഓർത്തുകൊണ്ട് കരഞ്ഞോണ്ടിരിക്കാനല്ലെന്ന്, മറിച്ച് കർത്താവിലേക്ക് തിരിയാൻ സ്നേഹം ഈശോ നിനക്ക് ചൊരിയും. ചാടി എഴുന്നേറ്റ് നിന്നെ, 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചു. കണ്ണുകളടച്ച് പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ സഹോദര സഹോദരി, നീ ചിന്തിക്കുക, നിന്റെ ജീവിതത്തിൽ വെട്ടുകിളികൾ എന്ന് പറഞ്ഞാൽ പാപമാവട്ടെ, ഇന്നലകളിലെ തെറ്റായ തീരുമാനങ്ങളാവട്ടെ, നമ്മുടെ ജീവിതത്തിലെ രോഗപീഠകളാവട്ടെ, നമ്മുടെ ജീവിതത്തിലെ ചില തെറ്റായ അനുഭവങ്ങളാണ്. ഇതെല്ലാം നമ്മുടെ തലയ്ക്കകത്ത് കിടക്കുന്നു. എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചല്ലോ. ഒരുപക്ഷെ പ്രിയപ്പെട്ടവരുടെ വേർപാട്, മരണമാവും, ചില രോഗപീഠകളാവും, നിന്റെ കൂടെ നടന്ന് അത്രയും സ്നേഹിച്ചിട്ട് നിന്നെ ഇട്ടിട്ട് പോയതാവും, നിന്നെ ചതിച്ചതാവും, നിന്നെ ശാരീരികമായി വിഷമിപ്പിക്കുന്നുണ്ടാവും, നീ വല്ലാണ്ട് ഞെരുങ്ങുന്നുണ്ടാവും. കർത്താവേ, ഈ ഞെരുക്കങ്ങളെല്ലാം വെട്ടുകിളികൾ ഒരു ദേശത്തിൻ്റെ മേൽ കടന്നു വന്ന് വരുത്തിയ ആ വിനാശം പോലെ ഞങ്ങളും തിരിച്ചറിയുന്നത് ഞങ്ങളുടെ നഷ്ടങ്ങളാണ്. എന്നാൽ ഈ നഷ്ടങ്ങളെ കർത്താവ് അങ്ങ് അനുഗ്രഹമാക്കി മാറ്റും. കർത്താവ്, ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. 2 കരങ്ങൾ ഉയർത്തിപ്പിടിച്ചോ. യെശയ്യായുടെ പ്രവചനം 61:7. ലജ്ജിതരാകാണ്ടിരിക്കുന്നതിന് പകരം നിനക്ക് ഇരട്ടി ഓഹരി ലഭിക്കും. അവമതിക്ക് പകരം നിങ്ങൾ സന്തോഷിച്ചുല്ലസിക്കും. നിങ്ങളുടെ ദേശത്ത് ഇരട്ടി ഓഹരി നിങ്ങൾ ഇതാ കൈവശമാക്കും.
നിങ്ങളുടെ ആനന്ദം നിത്യമായിരിക്കും. കർത്താവേ, ഞങ്ങൾ വിശ്വസിക്കുന്നു, ഞങ്ങളുടെ ജീവിതത്തിൽ ഇത് സംഭവിക്കട്ടെ. രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ദൈവജനം ഒരുമിച്ച് വിശ്വസിക്കണം. ഈ ഭൂമിയിൽ മനുഷ്യരുടെ പുറകെ നടന്ന് കിട്ടാതെ പോയ സ്നേഹം അന്വേഷിക്കേണ്ട, മറിച്ച് യേശുവിൽ മാത്രമാണ്. ഓ ദൈവമേ, എനിക്കുണ്ടായ എല്ലാ അനുഭവങ്ങളും അനുഗ്രഹത്തിന്, എനിക്കുണ്ടായ എല്ലാ മുറിവുകളും അനുഗ്രഹത്തിന്, എനിക്കുണ്ടായ എല്ലാ കയ്പ് നിറഞ്ഞ അനുഭവങ്ങളും കർത്താവെ അനുഗ്രഹത്തിന്. കരങ്ങൾ ഉയർത്തി യേശുവേന്ന് വിളിച്ചൊന്ന് സ്തുതിച്ചേ, നാവ് തുറന്ന് സ്തുതിച്ചേ, ഹൃദയം തുറന്ന് സ്തുതിച്ചേ. കർത്താവേ, അതെന്റെ മേൽ സംഭവിക്കട്ടെ. സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. വലിയൊരു അഭിഷേകം എന്റെ മേൽ സംഭവിക്കട്ടെ. കൃപയ്ക്ക് മേൽ കൃപ കർത്താവ് ചൊരിയണമേ. ഈ ശുശ്രൂഷ സമയത്ത് ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു, ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ ആത്മാവ് എന്റെ മേൽ പ്രവർത്തിക്കണമേ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. യേശുവേ ആരാധന. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഈ കേട്ട വചനം എന്നിൽ സംഭവിക്കട്ടെ. നെറ്റിയിലൊരു കുരിശടയാളം വരച്ച് സ്വയം ആമേൻ പറയുക. ആമേൻ, ആമേൻ, ആമേൻ. നന്നായിട്ട് പ്രാർത്ഥിച്ചോ. കർത്താവിൻ്റെ ആത്മാവ് അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കട്ടെ. ഒരു പുതിയ അഭിഷേകം നിറയട്ടെ. പ്രത്യേകിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഈ ആലയത്തിന് വേണ്ടി ഇവിടെ കടന്നു വരുന്ന ദൈവജനം വിശുദ്ധീകരിക്കപ്പെടാൻ പ്രാർത്ഥിച്ചോ. നമുക്കുണ്ടായ എല്ലാ അനുഭവങ്ങളും നമ്മൾ വിശുദ്ധീകരിക്കാനാണ്. പ്രാർത്ഥനയോടെ നമുക്ക് ഈശോയുടെ ഈ സ്നേഹത്തിൻ്റെ ആശീർവാദം സ്വീകരിക്കാം. എന്നുമെന്നും അങ്ങേക്കാരാ